പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 19/3/2024 നടന്ന 8ാം ക്ലാസ് അറബിക് പരീക്ഷ അതിന്റെ ചോദ്യപേപ്പറും ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം അതോടൊപ്പം നിങ്ങൾക്ക് ഇനി 8, 9, 10 ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ അറബിക് എജു വെബ്, ഇത് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ തന്നെ അടിച്ചു നോക്കിയാൽ മതി. ഇനി വേണ്ടവർക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അനിയന്മാർക്കും കാക്കമാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, അത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇഖ്റയിൽ ഫഖറ വ അജിബ് എന്നുള്ളതായിരുന്നു. പാരഗ്രാഫ് വായിച്ച് ഉത്തരം നൽകുക എന്നായിരുന്നു. അന സഗീറുൽ ബദൻ, ഞാൻ ചെറിയ ശരീരമാണ്. അലീമുൽ മൻസില, വലിയ സ്ഥാനമാണ്. ഖലഖനി അല്ലാഹു അബ്കമ വഅമ വഅസമ്മ, എന്നെ കണ്ണു കാണാതെ ചെവി കേൾക്കാതെ സംസാരിക്കാതെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഇത് പേനയെ കുറിച്ചാണ് അല്ലെ. വലാകിന്നനി അജ്രി വഅർസും വഉവല്ലിഫ്, പക്ഷെ ഞാൻ ഓടും, വരയ്ക്കും, അതുപോലെ ചിത്രം എടുക്കും, ചിത്രം വരയ്ക്കും. വഉവല്ലിഫ്, ഞാൻ രചിക്കും അല്ലെ. അസീറു ബൈന സുതൂരി ബിമിദാദിൻ മിൻ നൂർ, ഇത് കഴിഞ്ഞ വർഷം ഏതോ മുമ്പത്തെ വർഷമൊക്കെ ചോദിച്ച അതേ ചോദ്യമാണ് അല്ലെ. പ്രകാശത്താലുള്ള മഷി കൊണ്ട് ഞാൻ വരികൾക്കിടയിലൂടെ ഓടും. അനൽ കലം, ഞാൻ പേനയാണ് എന്നാണ്. അപ്പൊ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ലിദ്ദു കലിമത്ത് കബീർ, കബീർ എന്ന വാക്കിന്റെ എന്താണ് ലിദ്? ലിദ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ്. ഇല്ലേ, കബീർ വലുത്, അപ്പൊ ചെറുത് എന്ന് പറയാനുള്ള ഒരു പാരഗ്രാഫിൽ തന്നെ ഉണ്ട് അല്ലെ. സഗീർ എന്നാണ് ഉത്തരം വരിക. ജംഉ കലിമത്ത് സത്ർ, സത്ർ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചത് അത് തന്നെയാണ്. സത്ർ എന്ന പദത്തിന്റെ ജംഉ ബഹുവചനം എന്താണ്? പ്ലൂറൽ ഏതാണ്? ഇതിലുണ്ടല്ലോ സുതൂർ അല്ലെ, സുതൂർ ആണ് അതിന്റെ ഉത്തരം. 3 മുത്തറാദിഫ് കലിമത്ത് അൽ ജിസ്ം, ശരീരം എന്ന പദത്തിന്റെ മുത്തറാദിഫ് സമാന പദം ഏതാണ്? സഗീറുൽ ജിസ്ം അല്ലെങ്കിൽ സഗീറുൽ ബദൻ. അൽ ബദൻ എന്നാണ് ജിസ്മിന്റെ മുത്തറാദിഫ്. ഓക്കെ. 4 മുഫ്രദ് കലിമത്ത് അൻവാർ, അൻവാർ എന്ന പദത്തിന്റെ മുഫ്രദ് ഏകവചനം ഒറ്റപ്പദം ഏതാണ്? അൻവാർ എന്ന് വെച്ചാൽ വെളിച്ചങ്ങൾ. അപ്പോൾ വെളിച്ചം എന്ന അർത്ഥമുള്ളതിൽ ഏതാണ്? പ്രകാശം, നൂർ ആണ് ഉത്തരം. ഓക്കെ. അയിന യസീറുൽ കലം, പേന എവിടെയാണ് സഞ്ചരിക്കുന്നത്? എവിടെയാണ് സഞ്ചരിക്കുന്നത്? അസീറു ബൈന സുതൂരി ബിമിദാദിൻ മിൻ നൂർ. അപ്പം ബൈന സുതൂർ ബിമിദാദിൻ മിൻ നൂർ എന്ന് പറയുക. അടുത്തത് മൻ അനാന, ആരാണ് ഞാൻ? ആരാണ്? അനൽ കലം, അനൽ കലം എന്നാണ് അതിനുത്തരം വരിക. ഓക്കെ, എല്ലാത്തിനും മുഴുവൻ മാർക്ക് കിട്ടിയോ? നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഇവിടെ കിട്ടിയ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓരോ സെക്ഷനും കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ മുഴുവൻ മാർക്ക് കമന്റ് ചെയ്താലും മതി. ഇനി 2 അജ്ബ് അൻ ഇസ്നൈൻ ഫഖത്ത്, താഴെയുള്ള സെക്ഷനിൽ 2 ഉത്തരം നൽകിയാൽ മതി. അർത്ഥത്തിൽ അനുയോജ്യമായ തസ്രീഹ് എഴുതാനാണ് പറയുന്നത്. അൽ ഇൻസാന് സയസീർ സുൽത്താനൻ ബി അഫ്കാരിഹി വആലിമൻ ബി മഅലൂമാതിഹി, ഒരു മനുഷ്യൻ തന്റെ ചിന്ത കൊണ്ട് സുൽത്താനാകും, തന്റെ അറിവ് കൊണ്ട് പണ്ഡിതനുമായി മാറും എന്ന് ആശയമുള്ള ബൈത്ത്. ഈ 3 ബൈത്തിൽ ഏതാണ് വരിക? എളുപ്പമുള്ള കണ്ടുപിടിക്കാൻ. സുൽത്താൻ, ഫബിൽ ഫിക്രി വബിൽ ഇൽമി യസീറുൽ മർഅ സുൽത്താന. വരും ശരിയായോ? ശരിയായവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഫബിൽ ഫിക്രി വബിൽ ഇൽമി യസീറുൽ മർഅ സുൽത്താന, ശരിയായി, അതാണ് ഉത്തരം വരിക. അടുത്തത് റത്തിബിൽ കലിമാത്ത് ഹത്താ തസീറ ജുംല, ഈ സെന്റൻസുകൾ ഒരു ജുംല എന്താണ് ശരിയായ ജുംലയാകുന്നത് വരെ ഇതിനെ ഓർഡറിലാക്കുക. ഡിസോർഡറിലാണ് ഉള്ളത്. ഇതെങ്ങനെ ശരിയാവുക? എങ്ങനെ ശരി? അത്രാഫ് തുമ്പ്, ബൈന ഇടയിൽ, ആലം ലോകം, അനാമിൽ വിരൽ. അപ്പൊ ലോകം വിരൽ തുമ്പിൽ നിന്നാണ് വരേണ്ടത്. എങ്ങനെയുള്ള? അപ്പൊ ഒന്നാമത്തെ ഞാൻ ഈ പറയുന്ന ഓർഡറാണ് വരേണ്ടത്. അൽ ആലമു ബൈന അത്റാഫിൽ അനാമിൽ, അങ്ങനെയാണ് വരേണ്ടത്. അൽ ആലമു ബൈന അത്റാഫിൽ അനാമിൽ. ശരിയായോ?
ശരിയായ ഒരു കമന്റ് ചെയ്യാം. പിന്നെ അന അന ഞാൻ, അനീസ് കൂട്ടുകാരനാണ്, അൽ ഇൻസാൻ മനുഷ്യന്റെ, ഞാൻ മനുഷ്യന്റെ കൂട്ടുകാരനാണ്. അത് സിമ്പിൾ ആണ് അല്ലെ, ആ ഓർഡറിലാണ് എഴുതേണ്ടത്. 8 9ലേക്ക് വരുമ്പോൾ 9 എങ്ങനെയാണ്? കമ്മിൽ ഫറാഖ് ബൈനൽ ഖൗസൈൻ, ഇത് ബ്രാക്കറ്റിനടുത്ത് എഴുതാനാണ് പറയുന്നത്. അൽ ഖിതാറു ഡാഷ് മിനൽ ഹാഫില, ട്രെയിൻ ബസ്സിനേക്കാൾ ജമീൽ ഭംഗി എന്നാണോ, അസ്ര വേഗത എന്നാണോ, സഗീർ ചെറുത് എന്നാണോ? ഏതാണ്? വേഗത അല്ലെ. അസ്ര അസ്ര മിനൽ ഹാഫില എന്നാണ് അതിന്റെ ഉത്തരം വരിക. ഉംരി 14, എന്റെ വയസ്സ് 14 14 അല്ലെ, 14. അപ്പൊ ഇവിടെ എണ്ണത്തില് 40 എന്നാണ് വന്നിട്ടുള്ളത് എണ്ണം. അപ്പോൾ മഅദൂദ് എണ്ണുന്ന വസ്തു മുഅന്നസ് അല്ല മുദക്കർ ആവണം. ഇവിടെ മുദക്കറായ വാക്ക് ഏതാണ്? ആമാണ് അല്ലെ. ആമൻ 14 ആമൻ എന്നാണ് വരിക. ഓക്കെ, സനത്ത് വരണമെങ്കിൽ ഇവിടെ 40 വരണം. മനസ്സിലായോ? ഓക്കെ, അടുത്ത് 10 സിൽബിൽ മുനാസിബ്. സിൽബിൽ മുനാസിബ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ കുറച്ച് സെന്റൻസുകളുണ്ട്. അസ്മാഉ ബിദൂനി ഉദ്നിൻ, ഞാൻ ചെവിയില്ലാതെ കേൾക്കും. വഖ്ദിറു അലൽ ഇൻഷാദ്, എനിക്ക് പാട്ടുപാടാൻ കഴിയും. വതകല്ലമു അൽ ബഈദ്, ദൂരെയുള്ളവനുമായി ഞാൻ സംസാരിക്കും. അടുത്തത് അന മുസ്തദീറത്തുൽ ജിസ്മ്, ഞാൻ റൗണ്ട് ശരീരമാണ്. യുഹിബ്ബുനി അൽ അത്ഫാൽ, കുട്ടികൾക്ക് എന്നെ ഇഷ്ടമാണ്. 3 അന സദീഖുൽ ഇൻസാൻ, ഞാൻ മനുഷ്യന്റെ കൂട്ടുകാരനാണ്. വ ഖസാനത്തുൽ മാലൂമാത്ത്, അറിവിന്റെ കേദാരം, അറിവിന്റെ സൂക്ഷിപ്പ് കേന്ദ്രമാണ്. അപ്പൊ ഇതിലേതാ വരിക? ഈ പാട്ടുപാടെന്നൊക്കെ പറയുന്നത് ജവ്വാൽ അല്ലെ, ജവ്വാൽ മൊബൈൽ. പിന്നെ ഞാൻ റൗണ്ട് ആണെന്ന്, കുട്ടികൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ അൽ ഖുറത്ത്, പന്തിനെ കുറിച്ചാണ്. പിന്നെ ഞാൻ കുട്ടികളുടെ കൂട്ടുകാരനാണ്, പുസ്തകം അല്ലെ, അൽ കിതാബ്. അൽ കിതാബ് ആണ് വരിക. മനസ്സിലായോ? ഓക്കെ, 11 തർജും ഇലാ ലുഗതിക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. വളരെ എളുപ്പമായിരുന്നു. വസലത് ത്വബീബ് ഇലൽ മുസ്തഷ്ഫ, ഡോക്ടർ ആശുപത്രിയിൽ എത്തി എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സെന്റൻസ് ആണ് നിങ്ങൾ ഡോക്ടർ ആശുപത്രിയിൽ എത്തി എന്നാണ് എഴുതേണ്ടത്. 2 തവക്കുൽ കർമാൻ കാത്തിബത്തുൻ വ സഹാഫിയ, തവക്കുൽ കർമാൻ ഒരു എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. 3 അൽ ഇൽമു നൂറുൻ, അറിവ് പ്രകാശമാണ്. എളുപ്പമല്ലേ? 3 സിമ്പിൾ അല്ലേ തർജ്ജമ വന്നതൊക്കെ? ഓക്കെ, അടുത്തത് ഇഖ്തർ മിനൽ ആത്തിയ ഈജാബിയാത്തുൽ വസായിൽ അൽ ഇജ്തിമാഇയ്യ, സോഷ്യൽ മീഡിയയുടെ ഈജാബിയാത്ത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈജാബിയാത്തുൽ വസായിൽ, സോഷ്യൽ മീഡിയയുടെ ഈജാബിയാത്ത് പോസിറ്റീവ് വശങ്ങൾ മാത്രം എടുത്ത് എഴുതുക. ഏതൊക്കെയാണ് ഇതില്? ലയാഉൽ ഔഖാത്ത്, സമയം നഷ്ടപ്പെടുവോ? ഇല്ല. നഖലുൽ മാലൂമാത്ത്, അറിവുകളുടെ കൈമാറ്റം, അത് പെടും അല്ലെ. തഖ്സീറുൽ മസാഫാത്ത്, ദൂരം കുറയ്ക്കും, അത് പെടും, ഇജാബിയാത്തിൽ പെടാം. തഖ്രീബുൽ ബഈദ്, ദൂരെയുള്ളവരെ അടുപ്പിക്കും, അത് പെടും. അത്തലബുസുൽ ഫിക്രി, ഭൗതികമായ മലിനീകരണം അല്ലെങ്കിൽ ബുദ്ധിപരമായ മലിനീകരണം ഉണ്ടാക്കുവോ? ഇല്ല. അപ്പൊ ഇത് രണ്ടും എന്താണ്? സെൽബിയാത്താണ്. ഈ 3 നിങ്ങൾ ഉത്തരമായി എഴുതേണ്ടിയിരുന്നത്. മനസ്സിലായോ? ഓക്കെ, 13 ഇസ്തിഫ്താഅൻ ലിൽ മുഖാബലത്തി മഅ സയ്യിദ് കൈലാഷ് സത്യാർത്ഥി, കൈലാഷ് സത്യാർത്ഥിയുമായി ഈ ഇന്റർവ്യൂ നടത്താനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത് അദ്ദേഹത്തെ കുറിച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ 4 ചോദ്യം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നാണ്. എന്താണ്? അഖ്ബിർനി ഉപയോഗിച്ച് നമുക്ക് ചോദിക്കാമെന്ന്. അപ്പൊ ആദ്യം യാ സയ്യിദി അഖ്ബിർനി അൻ നുസ്രത്തിക, താങ്കളുടെ കുടുംബത്തെ കുറിച്ച് പറയാമോ? പിന്നെ അഖ്ബിർനി അൻ ദിറാസത്തിക, താങ്കളുടെ പഠനത്തെ കുറിച്ച് പറയാമോ? പിന്നെ അഖ്ബിർനി അൻ ജവായിസിക, താങ്കളുടെ അവാർഡുകളെ കുറിച്ച് പറയാമോ? പിന്നെ അവസാനത്തെ മാ നസീഹതുക്കി ലിൽ ജീലിൽ ജദീദ്, പുതിയ സമൂഹത്തോട് താങ്കൾക്ക് എന്തൊക്കെ നസീഹത്ത് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ എന്താണ് താങ്കൾക്ക് കൊടുക്കാനുള്ളത് എന്നും പറയാം. ഓക്കെ,
14-ാമത്തെ എന്താണ്? കമ്മിലിൽ മൻളൂം ബിൽ മുനാസിബ് മിനൽ ഖൗസൈൻ, അനുയോജ്യമായത് എടുത്തിട്ട് പദ്യം പൂരിപ്പിക്കാൻ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് പുസ്തകത്തിലുള്ളതുപോലെ അല്ലേ? അപ്പൊ അതെങ്ങനെ എഴുതും? അബ്നാ, ഔലാദ്, അസ്ഹാർ, അഅ്വാൻ, അർവാഹ്, അർക്കാൻ. ഇപ്പൊ ഇത് ഒന്നാമത്തെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നഹ്നു അബ്താലിൽ ബിലാദ്, നഹ്നു അഅ്ലാമുൽ ബിലാദ്. ബാക്കിയൊക്കെ ഈ അബ്താലിൻ പോലെയുള്ള വാക്കുകളാണ് അല്ലെ? ഈ വാക്കുകളെല്ലാം അത് അതിന്റെ ഇടയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ പറയും? ആദ്യം അബ്നാ ഉപയോഗിക്കാം. അപ്പൊ നഹ്നു അബ്നാഉൽ ബിലാദ്. അടുത്ത ഔലാദ്, നഹ്നു ഔലാദുൽ ബിലാദ്. അടുത്ത അസ്ഹാർ, നഹ്നു അസ്ഹാറുൽ ബിലാദ്. അഅ്വാൻ, നഹ്നു അഅ്വാനുൽ ബിലാദ്. പിന്നെ നഹ്നു അർവാഹുൽ ബിലാദ്. അടുത്ത അർക്കാൻ, നഹ്നു അർക്കാനുൽ ബിലാദ്. ഇങ്ങനെ പദ്യം പൂരിപ്പിച്ചാൽ വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു പ്രവർത്തനമായിരുന്നു പദ്യം പൂരിപ്പിക്കാനുള്ളത്. ശരിയല്ലേ? ഓക്കെ. ഇനി 15-ലേക്ക് വരുമ്പോൾ എന്താണ്? യഖ്റഅൽ ഫഖറ വല ബിൻതൻ മകാന വലദ്. ഇവിടെ ഈ പാരഗ്രാഫില് വലത് എന്ന വാക്കിന്റെ സ്ഥാനത്ത് എന്ത് വെക്കണം? ബിന്ത് എന്ന് വെക്കണം. അപ്പോൾ സെന്റൻസിൽ മാറ്റം വരും. അപ്പൊ ഞാനിവിടെ അടിവരയിട്ട വാക്കുകൾ ഇതിൽ മാത്രമാണ് മാറ്റങ്ങൾ വരികയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ റഅയ്തു വലദൻ, വലത് മാറ്റി എന്താക്കണം? ബിന്താക്കണം. അപ്പൊ റഅയ്തു ബിന്തൻ. യംഷി എന്നുള്ളത് യാ മാറ്റിയിട്ട് എന്താക്കണം? താണാക്കണം. അപ്പൊ റഅയ്തു ബിന്തൻ തംഷി. ഫിസ്സൂക്കിൽ മാറ്റമില്ല. വഹുവ, വഹുവ അവൻ എന്നാണ്, അവനല്ലല്ലോ, ഇവിടെ ബിന്തല്ലേ. അപ്പൊ വഹിയ എന്നാകും. ഹുവ എന്താകും? ഹിയ എന്നാകണം. യബീഉ എന്താകും? തബീഉ എന്നാകണം. വഹുവ വഹിയ തബീഉ എന്ന് മാറ്റണം. അൽ ഫവാക്കിഹ് മാറ്റമില്ല. പിന്നെ ജിസ്മുഹു അവന്റെ ശരീരം. നമുക്കിവിടെ വേണ്ടത് എന്താണ്? അവളുടെ ശരീരം എന്നാണ്. അപ്പോൾ ജിസ്മുഹ എന്ന് പറയണം. ജിസ്മുഹ നഹീലുൻ. വലൗനുഹു എന്നുള്ളത് വലൗനുഹ അസ്മർ. ഇത്ര മാറ്റമാണ് വരുത്തേണ്ടിയുള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്ത 16 എന്ത് ചെയ്യാനുള്ളത്? 16 യഖ്റഅ തർജമത വൈക്കം മുഹമ്മദ് ബഷീർ വഅൻശി മിൻഹാ സലാസ അസ്ഇല. താഴെയുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാരഗ്രാഫ് വായിച്ചിട്ട് 3 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. ഇപ്പൊ 3 ഉണ്ടാക്കിയാൽ മതി. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, മൻ വന്നാൽ അതിനുശേഷം ഒരു പേര് കൊടുത്താൽ മതി. ഇവിടെ പേരാരാണ്? അപ്പൊ ആദ്യം മൻ എഴുതുക. മൻ വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നാമത്തെ ചോദ്യമായി. മൻ വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നാമത്തെ ചോദ്യം. 2 മാ എന്ന് വെച്ചാൽ എന്ത്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മുഅല്ലഫാത്ത്, ഷാത്ത് ഫാത്തിമ, ഫാത്തിമയുടെ ആടും, അസ്വാത്ത് ശബ്ദങ്ങളും അല്ലെ? അപ്പൊ ഇതില് മാ മുഅല്ലഫാത്തു, മാന്ന് കൊടുക്കുക. മുഅല്ലഫാത്തുഹു, അത് രണ്ടാമത്തെ ചോദ്യം. മാ മുഅല്ലഫാത്തുഹു. മൂന്നാമത്തെ ചോദ്യം മത്ത എന്നാണ്. മത്ത എന്ന് വെച്ചാൽ എപ്പോൾ. അദ്ദേഹം ഇവിടെ ജനിച്ച സമയം പറയുന്നുണ്ട്. ഉലിദ സനത്ത 1908, 1908 ജനിച്ചു. അപ്പോ മത ഉലിദ മൂന്നാമത്തെ ചോദ്യമായി. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. മത ഉലിദ, എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്. വേണമെങ്കിൽ മത ഉലിദ വൈക്കം മുഹമ്മദ് ബഷീർ എന്നുകൂടി എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ. അടുത്തത് 4-ാമത്തെ ഐന. ഐന അദ്ദേഹം ജനിച്ച സ്ഥലം ഇവിടെ പറയുന്നുണ്ട്. മുഖാത്തയത്തി കോട്ടയം, കോട്ടയത്താണ് ജനിച്ചത്. അപ്പൊ ചോദിക്കണം എവിടെ ജനിച്ചു എന്ന് ചോദിക്കണം. ഐന ഉലിദ, ഐന ഉലിദ വൈക്കം മുഹമ്മദ് ബഷീർ. 4-ാമത്തെ ചോദ്യം. 3 എഴുതിയാൽ മതി. ഐന ഉലിദ വൈക്കം മുഹമ്മദ് ബഷീർ 4-ാമത്തെ ചോദ്യം. സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം ഐന തൂഫിയ അൽ കാത്തിബ്, എവിടെയാണ് അദ്ദേഹം. അല്ലെങ്കിൽ ഇവിടെ ഐന വെക്കില്ല, സ്ഥലം കൊടുത്തിട്ടില്ല, മത്ത വെക്കാം. മത്ത തൂഫിയൽ കാത്തിബ്, എപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അവരുടെ വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് വേണമെങ്കിൽ മാ വെച്ചിട്ട് വേറെയും ചോദ്യം ഉണ്ടാക്കാം. മാ ലഖബുഹു, മാ ലഖബുഹു, അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്താണ്. ബേപ്പൂർ സുൽത്താൻ. അങ്ങനെയും ചോദ്യങ്ങൾ ഉണ്ടാക്കാം. മനസ്സിലായോ? ഇനി 17-ാമത്തെ റഅ ഫുആദ് സ്വദീഖഹു അഹ്മദ് ഫിസ്സൂഖ്. ഫുആദ് തന്റെ കൂട്ടുകാരൻ അഹമ്മദിനെ എവിടെ വെച്ച് കണ്ടു? സൂക്കിൽ വെച്ച് കണ്ടു. വഹുവ ലം യദ്ഹബ് ഇലൽ മദ്രസ, അവൻ സ്കൂളിൽ പോയിട്ടില്ല. വയബിയുൽ അഖിയാസ ഫിസ്സൂഖ്,
അവൻ എന്ത് ചെയ്യാണ്? സൂക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യുവാണ്? സഞ്ചികൾ വിൽക്കുകയാണ്. അപ്പൊ ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. അഇദ്ദാലിക്കൽ ഹിവാർ, ഇതേ ഹിവാർ എന്താണ്? ഹിവാർ തയ്യാറാക്കാൻ വേണ്ടി. ഇതേ ഹിവാർ നമ്മള് അഹമ്മദ്, പരിചയമില്ലാത്ത അഹമ്മദിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ അഹമ്മദ് അവന്റെ ശരിക്കുള്ള കൂട്ടുകാരനാണ്, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ ഒന്ന് ഉണ്ടാക്കാം? ഞാനൊരുപാട് ഒരു മോഡൽ കാണിക്കാം, ഏകദേശം അതുപോലെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. കണ്ടോ? അപ്പൊ ഫുവാദ് ഇവിടെ ആദ്യം ചോദിക്കുകയാണ്, യാ ഫുവാദ്, അല്ല ഇവിടെ യാ ഫുവാദ് എന്നല്ല വരേണ്ടത്, യാ അഹമ്മദ് എന്നാണ് കേട്ടോ മക്കളെ വരേണ്ടത്, തെറ്റിപ്പോയതാണ്. ഇവിടെ നമുക്ക് യാ അഹമ്മദ് എന്നാക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, യാ അഹമ്മദ്, യാ അഹമ്മദ്, അഹമ്മദേ, അഹമ്മദേ ലിമാദ അൻതഹുന, നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അഹമ്മദ് മറുപടി പറയുന്നത് ലാ ഷൈഅ യാ സദീഖി, ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ ഫുവാദ് അഹമ്മദ്, അഹമ്മദേ ലിമാദ അൻത തബീഉൽ അഖിയാസഹുന, നീ എന്തിനാണ് ഇവിടെ സെഞ്ചികൾ വിൽക്കുന്നത്? അപ്പോ അഹമ്മദ് പറയുന്നു മിനൽ ആൻ, ഇന്നു മുതൽ, അല്ലെങ്കിൽ മിനൽ ആൻ, ഇപ്പൊ മുതൽ, ലം അദ്ഹബ് ഇലൽ മദ്രസ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല, മിനൽ യൗം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഫുവാദ് പറയാണ് ലിമാദ യാ അഖി, എന്താ നീ പോവാത്തത്? അപ്പൊ അഹമ്മദ് പറയുകയാണ്, അഹമ്മദ് യൽരിബുനി അമ്മി ബി ഉമൂരിൻ ബസീത, ഇത് ഞങ്ങൾ പഠിച്ച ഹിവാറിലെ അതേ വാക്ക് തന്നെയാണ്. എന്റെ ഉപ്പ, എന്റെ അങ്കിൾ എന്നെ വെറുതെ ചെറിയ കാര്യങ്ങൾക്ക് വേണേ അടിക്കണമെന്നാണ്. അപ്പൊ ഖറജ്തു മിൻ ബൈത്തിഹി, അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഫുവാദ് പറയുകയാണ് ലാ തഹ്സൻ യാ അഖി, സഹോദര വിഷമിക്കണ്ട, അന ഉസാഇദുക്, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അഹമ്മദ് വലാക്കിൻ കൈഫ്, പക്ഷെ എങ്ങനെ സഹായിക്കും? ഇപ്പൊ ഫുവാദ് പറയുന്നു ഇൻഷാ അല്ലാഹ് അന അതകല്ലം മഅ അമ്മിക്, ഞാൻ നിന്റെ അമ്മിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അഹമ്മദിന്റെ മറുപടി ശുക്രൻ യാ സദീഖി, നന്ദിയുണ്ട് കൂട്ടുകാരാ എന്ന്. ഇത് വളരെ സിമ്പിളായ ഒരു ഹിവാറാണ്. ഇതിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, റാജിഉൽ ജദ്വൽ വ അജ്ബ് അനിൽ അസ്ഇല, താഴെയുള്ള ജദ്വൽ വായിക്കുക. ജദ്വൽ നോക്കിയിട്ട്, ചാർട്ട് നോക്കിയിട്ട്, ഇവിടെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ഉത്തരം. അപ്പൊ ആദ്യം ജിൻസിയ, ജിൻസിയ എന്ന് വെച്ചാൽ പൗരത്വം, മക്കാനുൽ മിലാദ് ജനിച്ച സ്ഥലം, താരീഖുൽ മിലാദ് ജനിച്ച ഡേറ്റ്, ഇസ്മ പേര്. അപ്പൊ ഇവിടെ കുറെ ആളുകളുടെ ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിന്ദി, ഇന്ത്യക്കാരനാണ്. ആര്? ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ജനിച്ച സ്ഥലം മധ്യപ്രദേശാണ്. ജനിച്ച ഡേറ്റ് 1954 അദ്ദേഹത്തിന്റെ പേരെന്താണ്? കൈലാസ് സത്യാർത്ഥി. ഇനി അടുത്തത് യമൻകാരിയാണ്, യമാനിയ, മുഹാഫലത്തു തഹസ്, തഹസിലാണ് അദ്ദേഹം അവര് ജനിച്ചത്. ഏത് വർഷം? 1979. അവരുടെ പേരെന്താണ്? തവക്കുൽ അബ്ദുസലാം എന്നാണ്. ഓക്കെ. ഇനി അടുത്ത ആള് മിസ്റുകാരനാണ്, അൽമേനിയ, അൽമേനിയ, അൽമിനിയ എന്നാണ് കേട്ടോ. മുഹാഫറത്തു അൽമിനിയ, അവിടെയാണ് അവർ ജനിച്ചത്. ജനിച്ച ഡേറ്റ് 1947. നവാൽ മുഹന്നി. അപ്പൊ കുറച്ച് ആളുകൾ അവരുടെ ജനനസ്ഥലവും മറ്റു കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ എന്താണ്? ഉലിത കൈലാസ് സത്യാർത്ഥി, കൈലാസ് സത്യാർത്ഥി ജനിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലമല്ലേ നമ്മൾ നോക്കേണ്ടത്? അപ്പോ ഇതിന്റെ ഉത്തരം വരിക മധ്യപ്രദേശ്, അല്ലെ? മധ്യപ്രദേശ് ആണ് ഇവിടെ വരേണ്ടത്. അടുത്തത് തവക്കുൽ അബ്ദുസലാം കർമാൻ, ഡേഷ് അൽ ജിൻസിയ, അത് അവരുടെ ജിൻസിയ ഏതാണ്? യമാനിയ. അപ്പോ യമാനിയ ആണ് അതിന്റെ ഉത്തരം വരിക. നവാൽ മുഹന്നി, ഉലിദത് നവാൽ മുഹന്നി ജനിച്ചു. സനത്ത, വർഷമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഏത് വർഷം? ഈ വർഷം. ശരിയല്ലേ? അടുത്ത നവാൽ മുഹന്നി ഷായറത്തുൻ, നവാൽ മുഹന്നി ഒരു കവിയാണ്. ഏത് കവിയാണ്? ഷായറത്തുൻ മിസ്രിയ, അല്ലെ? മിസ്ർ കവിയാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഉത്തരങ്ങള് മക്കൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇനി 19ാമത്തെ ഉക്തു മുദക്കിറൻ അനിൽ ഖറിയ ബി മുസാദത്ത് നിഖാദ് താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ഖറിയത്തിനെ കുറിച്ച്, ഖറിയ എന്ന് വെച്ചാൽ ഗ്രാമത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. അപ്പൊ ഇവിടെ ഇതെന്താണ്? ജമീല, ഭംഗിയുള്ളത്, അല്ലെ?
മദ്രസത്തുൻ കദീമ പഴയ സ്കൂൾ, അഷ്ജാറുൻ കബീറ വലിയ മരങ്ങൾ, നെഹ്റുൻ ജാർ ഒഴുകുന്ന നദി, ഹുക്കൂലുൻ വാസിയ വിശാലമായ വയലുകൾ, മൈദാനുൻ നളീഫ് വൃത്തിയുള്ള ഗ്രൗണ്ട്. അപ്പൊ ഞാനതിന്റെ ഈ വാക്കുകൾ വെച്ച് സിമ്പിളായി ഒരെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാദിഹി ഖറിയത്തുൻ ജമീല എന്ന് വേറെ കൂടി വരണം കേട്ടോ. ഈ വാക്കും കൂടി വരണം അവിടെ. ഹാദിഹി ഖറിയത്തുൻ ജമീല. എന്നിട്ട് ഫീഹ അവിടെയുണ്ട്. ഈ ഫീഹ മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ബാക്കി ഫീഹ അഷ്ജാറുൻ കബീറ അതുപടി ഉണ്ട് അല്ലെ. പിന്നെ അൻഹാറുൻ ജാരിയ ഒഴുകുന്ന നദികൾ. നെഹ്റുൻ ജാരി എന്താക്കി ഞാൻ അൻഹാറുൻ ജാരിയ എന്നാക്കി. കസീറാന്നും കൂടി ചേർത്തിട്ടുണ്ട് ധാരാളം. പിന്നെ വഹുക്കൂലുൻ വാസിയ എന്താണ് ധാരാളം എന്താണ് വിശാലമായ വയലുകൾ ഉണ്ട്. പിന്നെ ഫീ കറിയത്തി എന്റെ നാട്ടിൽ എന്തുണ്ട് മദ്രസത്തുൻ ഖദീമ ഒരു പഴയ മദ്രസയുണ്ട്. ബി മൈദാനിൻ നളീഫ് വൃത്തിയുള്ള ഒരു ഗ്രൗണ്ടുള്ള മദ്രസയുണ്ട് എന്ന് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഒരെണ്ണം തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇതിലും വിശാലമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞാൻ ഉള്ള വാക്കുകൾ വെച്ചിട്ട് ഒരു സിമ്പിളായ മുദക്കിറയാണ് പറഞ്ഞത്. 20ാമത്തെ എന്താ ഇഖ്തർ മിനൽ ആത്തിയ മാ യുനാസിബ് ബി അഹമ്മിയത്തിൽ ഇൽം അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന സെന്റൻസുകൾ ഇതിന് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. അൽ അഖ്ലാഖുൽ ഹസന നല്ല സ്വഭാവം അറിവിന്റെ പ്രാധാന്യത്തിൽപ്പെട്ടതല്ലേ? അതെ. അത്തലവൂസുൽ ഫിക്രി ഭൗതിക മലിനീകരണം പെടില്ല അല്ലെ. പിന്നെ ഹല്ലുൽ മശാക്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, അതും അറിവിലൂടെ ഉള്ളതാ അല്ലെ. പിന്നെ ഫുർസത്തുൽ ലിഅഖദുൽ ഹസനാത്ത് നന്മയെ എടുക്കാൻ കഴിയും, അതും അറിവിന്റെ പ്രാധാന്യത്തിൽപ്പെട്ടതാണ്. അൽ ഫസാദുൽ ഹുൽക്കി സ്വഭാവ ദൂഷ്യം പെടില്ല. അൽ ഖിറാ വൽ കിതാബ എഴുത്തും വായനയും അതും പെടും. അപ്പൊ ഈ 4 അറിവിന്റെ പ്രാധാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട സെന്റൻസുകൾ. ഇത് ശരിയായവരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ. നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. ഓക്കെ. 21ാമത്തെ യഖ്റ തർജമത്തെ ഹയാത്തുൽ അദീബ് നജീബ് മഹ്ഫൂദ് വ അബ്ദുൽ ഇസ്തിമാറ. ഇവിടെ താഴെ എന്താണ് നജീബ് മഹ്ഫൂദിന്റെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ബയോഡാറ്റ പൂരിപ്പിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഉലുവ സയ്യിദ് നജീബ് മഹ്ഫൂദ് ബിൻ അബ്ദുൽ അസീസ് എവിടെ 1911 ജനിച്ചു. ഫിൽ കാഹിറ കെയ്റോയിൽ. കാന ദറാസത്തുഹു ഫിൽ ജാമിയത്തുൽ മിസ്രിയ ഈജിപ്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന്റെ പഠനം. വമിൻ മുഅല്ലഫാത്തിഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ് അൽ ലിസ് വൽ കിലാബ് വ കസ്റു ഷൗക്ക്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ഹസല അല ജായിസത്ത് നോബൽ ലിൽ അദബ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം നേടി. തൂഫിയ നജീബ് മഹ്ഫൂദ് സനത്ത അൽഫൈൻ വ സിത്ത 2006 അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഇസ്മുൽ കാമിൽ എന്താണ് വരിക? ഇസ്മുൽ കാമിൽ നമുക്ക് എന്താ കൊടുക്കാം? നജീബ് മഹ്ഫൂദ് ബിൻ അബ്ദുൽ അസീസ് ആണ് ഇവിടെ ഇസ്മുൽ കാമിലായി നമ്മൾ കൊടുക്കേണ്ടത്. ആമുൽ മീലാദ് ജനിച്ച വർഷം ഏതാണ്? 1911 അതുപോലെ കൊടുക്കണം. അടുത്ത് മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം കെയ്റോ അൽ ഖാഹിറ എന്നിവിടെ കൊടുക്കണം. ശരിയല്ലേ? അടുത്ത ഇസ്മുൽ വാലിദ് വാപ്പയുടെ പേര് അതെങ്ങനെ കിട്ടും? അത് അദ്ദേഹത്തിന്റെ അബൂഹു എന്ന് ഇവിടെ പറയുന്നില്ല, മറിച്ച് എന്താ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം തന്നെ വാപ്പയുടെ പേരുണ്ട്. എന്താണ്? അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസ് എന്നാണ് ഇസ്മുൽ വാലിദിന്റെ സ്ഥലത്ത് കൊടുക്കേണ്ടത്. പിന്നെ അൽ ജാമിയത്തുൽ മിസ്രിയ മിസ്ർ യൂണിവേഴ്സിറ്റി. അപ്പൊ അതെന്താ വരിക? അവിടെ ദിറാസത്ത് എന്നാ വരിക. ഈ ദിറാസത്ത് എന്ന വാക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. മനസ്സിലായോ? അടുത്ത അൽ ജായിസ അദ്ദേഹത്തിന് കിട്ടിയ പ്രൈസ് ഏതാണ്? ജായിസത്ത് നോബൽ ലിൽ അദബ് ആണ് വരിക. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്ത് രചനകൾ ഏതൊക്കെയാണ്? ഇത് 2 അൽ ലിസ് വൽ കിലാബ് വ കസ്റു ഷൗക്ക് അതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ. പിന്നെ അദ്ദേഹത്തിന്റെ താരീഖുൽ വഫാത്ത് ആണ് ഇവിടെ എഴുതേണ്ടത്, അല്ലെങ്കിൽ ആമുൽ വഫാത്ത് എന്ന് എഴുതിയാലും മതി. ആമുൽ വഫാത്ത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞ അറബിക് എജുവേബിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇത് ഇനി നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ 1 മുതൽ 12 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന എല്ലാ ക്ലാസ്സുകളും ഈ ചാനൽ ലഭ്യമാണ്.
നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ അനിയന്മാരോടൊക്കെ പറയുക. ഇൻഷാ അല്ലാ വീണ്ടും കാണാം. എല്ലാവരും അവരവരുടെ മാർക്ക് നിങ്ങൾ എത്ര കിട്ടിയെന്ന് കൂട്ടിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.